നിങ്ങളെ ആരെങ്കിലും അവഗണിച്ചിട്ടുണ്ടോ? നിങ്ങൾ അവർക്ക് മെസ്സേജ് അയച്ചു, പക്ഷെ റിപ്ലൈ ഇല്ല. നിങ്ങൾ അവരെ ഒത്തിരി സ്നേഹിച്ചു, പക്ഷെ അവര് നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന അവസ്ഥയിലാണോ? നിങ്ങളുടെ ലൈഫിൽ അവർക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, പക്ഷെ അവര് നിങ്ങൾക്കൊരു വില തരാത്ത അവസ്ഥയാണോ? ആ സമയം നിങ്ങളുടെ ഉള്ളിൽ ഒരു വല്ലാത്ത വിഷമം, ഒരു പെയിൻ, ഒരു കൺഫ്യൂഷൻ, ഒരു സെൽഫ് ഡൗട്ട് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, ആരെങ്കിലും നിങ്ങളെ ഇഗ്നോർ ചെയ്താൽ, ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഉടനെ ചെയ്യേണ്ട 5 കാര്യങ്ങളാണ്. അപ്പോ എന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ, ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് ബിസിനസ് കോച്ച്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ ടീച്ചറമ്മ ഇൻ ബിറ്റ്വീൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോ നമ്മളെല്ലാവരും ഒരു സമയത്ത് ഈ പറഞ്ഞ നെഗറ്റീവ് അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് അല്ലെ. നമ്മൾ ഒരാളെ വളരെ വിലമതിക്കുകയും പക്ഷെ അവർ നമുക്ക് തിരിച്ച് വില തരാത്തൊരവസ്ഥ. നമ്മൾ അവർക്ക് മെസ്സേജ് അയക്കുന്നു, എന്നിട്ട് വെയിറ്റ് ചെയ്യും, അവരിപ്പോ നമുക്ക് റിപ്ലൈ തരും. അവർ ആ മെസ്സേജ് കാണുന്നു, സിംഗിൾ ടിക്ക്, ഡബിൾ ടിക്ക് ആവുന്നു, ബ്ലൂ ടിക്ക് വരുന്നു, പക്ഷെ റിപ്ലൈ ഇല്ല. വീണ്ടും നമ്മളെടുത്ത് ചെക്ക് ചെയ്യും, പക്ഷെ റിപ്ലൈ ഇല്ല. അപ്പൊ നമ്മുടെ മൈൻഡ് പറയോ, ആ വ്യക്തിക്ക് ഞാൻ അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഞാൻ എന്ത് തെറ്റ് ചെയ്തു, എന്നിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ, അതുകൊണ്ടാണ് അവരെന്നെ ഒഴിവാക്കുന്നത് എന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് അല്ലെ. സന്ധ്യ എന്നു പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവള് ഒരാളെ വളരെയധികം സ്നേഹിച്ചു. അവള് ഒത്തിരി സ്നേഹം കൊടുത്തു, അയാൾക്ക് സമയം കൊടുത്തു, കെയർ കൊടുത്തു. പക്ഷെ പതുക്കെ പതുക്കെ അയാള് അവളെ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങി. കോളില്ല, മെസ്സേജ് കണ്ടാൽ അതിന് റിപ്ലൈ ഇല്ല. അവൾ കൂടുതൽ കൂടുതൽ മെസ്സേജ് അയക്കാൻ തുടങ്ങി, കൂടുതൽ കൂടുതൽ പുള്ളിയെ കോൾ ചെയ്യാൻ തുടങ്ങി. അവൾ അവളെ തന്നെ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. പക്ഷേ അവൾക്ക് കൂടുതൽ കൂടുതൽ അവഗണനയാണ് ലഭിച്ചത്. ഇവിടെ ഒരു വലിയ സത്യമുണ്ട്. ദ മോർ യു ചേസ്, ദ മോർ യു ലൂസ് യുവർ വാല്യൂ. എന്ന് വെച്ചാൽ നിങ്ങൾ എത്ര ആളുകൾക്ക് പിറകെ ഓടിക്കൊണ്ടിരിക്കുവോ അത്രയും നമ്മുടെ വില കുറയും. നിങ്ങൾ നിങ്ങളെ തന്നെ വിലയില്ലാതെ കണ്ടാൽ മറ്റുള്ളവര് നമ്മളെ എങ്ങനെ വിലമതിക്കും എന്ന് ആലോചിച്ച് നോക്കി. ആരെങ്കിലും നിങ്ങളെ ഇഗ്നോർ ചെയ്താൽ മനസ്സിലാക്കുക, അതിന്റെ അർത്ഥം പ്രശ്നം നിങ്ങളിലല്ല, അവരുടെ പ്രയോറിറ്റിയിലാണ്. ചിലപ്പോൾ അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്മൾ വളരെ താഴെയായിരിക്കും. ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. പോയിന്റ് നമ്പർ 1 എഴുതിയെടുത്തോളൂ. ഒന്നാമത്തത്, സ്റ്റോപ്പ് ഓവർ തിങ്കിങ്. അതായത് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ആ വ്യക്തി റിപ്ലൈ തരുന്നില്ല, ഉടനെ അങ്ങ് നെഗറ്റീവ് ചിന്തിച്ച് പോകുന്നത് ഒഴിവാക്കുക. എനിക്ക് റിപ്ലൈ കിട്ടിയില്ല, ഞാനൊരു യൂസ്ലെസ് ആണോ, ഇവരെന്താ റിപ്ലൈ തരാത്തത്, എന്നോട് തീരെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണോ, ഇങ്ങനെ മനസ്സിൽ വേണ്ടാത്ത നെഗറ്റീവ് ചിന്തിച്ച് 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 കൂട്ടുന്നത് നമ്മൾ ഒഴിവാക്കുക. പോയിന്റ് നമ്പർ 2 എന്ന് പറയുന്നത് ഡോണ്ട് ചേസ് എന്നുള്ളതാണ് മക്കളെ. നിങ്ങൾ ഒരാളോട് സ്നേഹത്തിനായി കെഞ്ചുമ്പോ നിങ്ങളുടെ വില കുറയുകയാണ് അവിടെ ചെയ്യുന്നത്. നമ്മൾ അത്രയും വിലയില്ലാത്തവരാണോ? സെൽഫ് റെസ്പെക്ട് കംസ് ഫ്രം ഡിസ്റ്റൻസ് പ്ലസ് സെൽഫ് വെർത്ത് എന്നാ പറയാ. അതായത് ടീച്ചർമ്മ ഓപ്ര വിൻഫ്രയുടെ കഥ നിങ്ങൾക്ക് മുന്നേ പറഞ്ഞു തന്നിട്ടില്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന കഥയാണ്. അപ്പൊ ഇന്ന് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്ത്രീകളിൽ ഒരാളാണ് നമ്മുടെ ഓപ്ര വിൻഫ്രെ എന്ന് പറയുന്നത്. ഓപ്ര വിൻഫ്രയുടെ ചെറുപ്പത്തിലൊക്കെയുള്ള കാര്യങ്ങൾ, കഷ്ടപ്പാടുകളും സെക്ഷൽ അബ്യൂസിലൂടെ അവർ കടന്നുപോയ കഥയൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അവരവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു TV ചാനലിൽ നിന്നും അവരെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചാനലുകാരെ അവളെ പുറത്താക്കാനുള്ള റീസൺ പറഞ്ഞത് യു ആർ നോട്ട് ഫിറ്റ് ഫോർ ടെലിവിഷൻ എന്നുള്ളതാണ്. അവരുടെ രൂപം ഒരിക്കലും ടെലിവിഷൻ ഇൻഡസ്ട്രിക്ക് മാച്ച് ആകുന്നതായിരുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് ലോകം അഡ്മയർ ചെയ്യുന്ന ഒരാളെ അന്ന് ഇഗ്നോർ ചെയ്തു. പക്ഷേ അവരെന്താ ചെയ്തത്? അവർക്ക് മുന്നിൽ തന്നെ പ്രൂവ് ചെയ്യാനായിട്ട് ഓടിയില്ല. അവര് തന്റെ വാല്യൂ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് അവരെ ഇഗ്നോർ ചെയ്ത ലോകം അവരെ റെസ്പെക്ട് ചെയ്തു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? കാര്യം പിടികിട്ടിയോ? മറ്റുള്ളവർ നമ്മളെ വിലയില്ലാതെ കാണുമ്പോൾ നമ്മൾ അവരെ മുമ്പിൽ പ്രൂവ് ചെയ്യാനൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ വിജയിച്ച് കാണിക്കാം. പോയിന്റ് നമ്പർ 3, ഫോക്കസ് ഓൺ യുവർ സെൽഫ്.
നിങ്ങൾ മറ്റുള്ളവരിലേക്കുള്ള ആവശ്യമില്ലാത്ത ഫോക്കസ് നിർത്തിയിട്ട് മക്കളെ നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യും. ആരെങ്കിലും നിങ്ങളെ അവോയ്ഡ് ചെയ്യുമ്പോ ഇഗ്നോർ ചെയ്യുമ്പോ നമ്മുടെ എനർജി എന്തിനാ അവരെ കുറിച്ച് ചിന്തിച്ച് ആ കാര്യങ്ങൾ ഓർത്ത് എന്തിനാ നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്യുന്നത്? യൂസ് ദാറ്റ് എനർജി ടു ഇംപ്രൂവ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ ഇംപ്രൂവൈസ് ചെയ്യുക. നിങ്ങൾ ഒരാളെ ഒരുപാട് ചേസ് ചെയ്യുമ്പോ നിങ്ങൾ നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തുക ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ നിങ്ങളെ ബിൽഡ് ചെയ്യുമ്പോൾ ശരിയായ ആളുകൾ നിങ്ങളിലേക്ക് വന്നെത്തും. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ ചേസ് ചെയ്യുന്നത് നിർത്തിയിട്ട് നമ്മളിലേക്ക് ഫോക്കസ് കൊണ്ടുവരിക. നമുക്ക് എങ്ങനെ നമ്മളെ കൂടുതൽ കൂടുതൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും, നമുക്ക് എങ്ങനെ കൂടുതൽ മികച്ച വ്യക്തിയാകാൻ പറ്റും, ഇന്നലത്തെ കാട്ടി മികച്ച വ്യക്തി എനിക്ക് എങ്ങനെ ഇന്നാകാം, ഇന്നത്തെ കാട്ടി മികച്ച വ്യക്തി എങ്ങനെ നാളെയാകാം, ഓരോ ദിവസവും എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകാം, എനിക്ക് എങ്ങനെ സൂപ്പർ സക്സസ്ഫുൾ ആകാം. നമ്മുടെ സക്സസ് ആകണ്ടേ അവർക്കുള്ള മറുപടി, അല്ലെ? നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? യെസ്. പോയിന്റ് നമ്പർ 4 എന്ന് പറയുന്നത് സെറ്റ് ബൗണ്ടറീസ്. നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നവർക്ക് നിങ്ങൾ ലൈഫിൽ പ്രയോറിറ്റി കൊടുക്കാതിരിക്കാം. നിങ്ങൾ അവർക്ക് കൂടുതൽ ആ ഒരു പ്രയോറിറ്റി കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് വിഷമം വരുന്നത്. നമ്മൾ പറയില്ലേ, നമ്മൾ സ്നേഹിക്കുന്നവരെയല്ല, നമ്മൾ സ്നേഹിക്കുന്നവരെയാണ് നമ്മൾ കൂടുതൽ സ്നേഹിക്കേണ്ടതെന്ന്. ആളുകൾക്ക് ഓക്കെ നമ്മളെ വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇന്നലെ വേണ്ട. ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ സുജാർ മോഹൻ എന്നെ ഒരാൾ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടം അവർക്കേ ഉള്ളൂ, എനിക്ക് യാതൊരു നഷ്ടമില്ല. കാര്യം എന്താ, അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചൊരു വ്യക്തി അവരെ നഷ്ടപ്പെടുത്തി. എനിക്ക് എല്ലാവരുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. ഇനി എത്ര വേദനിപ്പിച്ചാലും എത്ര വിഷമിപ്പിച്ചാലും എന്തൊക്കെ പെയിൻ തന്നാലും ഞാൻ അവരെ സ്നേഹിക്കത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ അവർക്കേ ഉള്ളൂ നഷ്ടം, നമുക്ക് എന്താ? അതുപോലെ നമുക്ക് ഒരു സെൽഫ് വാല്യൂ ഉണ്ടായിരിക്കണം. പോയിന്റ് നമ്പർ 5 എന്ന് പറയുന്നത് നോ യോർ വർത്ത്. ശരിക്കും ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. നിങ്ങൾ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയണം. അവനവനെ വിലയില്ലാതെ കാണരുത്. നമ്മൾ ശരിക്കും നമ്മുടെ വാല്യൂ തിരിച്ചറിയുമ്പോൾ ഒരു മനുഷ്യനും നമ്മളെ ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. ആളുകൾ നമ്മളെ ഒഴിവാക്കുന്നത് നിങ്ങൾ മോശക്കാരായതുകൊണ്ടല്ല. അവര് നമ്മളെ ഒഴിവാക്കുന്നത് they don't realize your value. അവര് ശരിക്കും നിങ്ങളുടെ ആ ഒരു വാല്യൂ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ അത്രയും മൂല്യമില്ലാത്തവരാണോ? ചിന്തിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നെ ഒരു മനുഷ്യനും വില തരാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ആൾക്കാർ ചവിട്ട് തേച്ചിട്ടിരുന്ന ഒരവസ്ഥ, മുന്നിൽ കാർക്കിച്ച് തുപ്പിയിരുന്ന ഒരവസ്ഥ. ആ ഒരു അവസ്ഥയിൽ നിന്നും ഒക്കെ എന്റെ വിധി ഇതാണ്, എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റും, ഞാനിങ്ങനെ കരഞ്ഞ് ജീവിക്കണം എന്ന് പറഞ്ഞ് ഞാനൊരു വിക്ടിമിനെ പോലെ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഞാൻ എന്താ ചിന്തിച്ചത്? ആളുകള് എങ്ങനെ വേണേലും പെരുമാറിക്കോട്ടെ, അത് അവരുടെ ഇഷ്ടം. പക്ഷെ ഞാൻ എൻ്റെ വാല്യൂ കൂട്ടും. ഞാൻ എന്നിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. നിരന്തരം മെഡിറ്റേഷനും പ്രാക്ടീസുകളും ഒക്കെ ചെയ്ത് ഫുൾ ടൈം ഹാപ്പി ആയിരിക്കാൻ തുടങ്ങി. ലൈഫിൽ സക്സസ് വന്നു. ഇന്ന് എല്ലാവർക്കും എന്താ സ്നേഹം, അല്ലെ? അപ്പൊ നിങ്ങളെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കാം. എങ്ങനെ എനിക്ക് കൂടുതൽ കൂടുതൽ ഇമ്പ്രൂവ് ആകാം? നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല നല്ല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിന്റെ ഏപ്രിൽ മാസത്തെ ബാച്ച് ഏപ്രിൽ 2-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഇതുവരെയും അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് അറ്റൻഡ് ചെയ്യുക. അതിൽ വരുന്ന സ്റ്റുഡൻസ് പറയുന്ന സക്സസ് സ്റ്റോറി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്ന കാര്യമാണ്. കാര്യം അങ്ങേ അറ്റം ഡിപ്രഷനിൽ കഴിഞ്ഞിരുന്നവര് 5ഉം 6ഉം ഗുളികയൊക്കെ ഡിപ്രഷന് വേണ്ടി ഡെയിലി കഴിച്ചുകൊണ്ടിരുന്നവർ ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. അവർ പറയുന്നത് എന്താണ്? ഫുൾ ടൈം ഹാപ്പിനെസ്. ഞങ്ങളുടെ ലൈഫ് ഒരു സെലിബ്രേഷൻ ആയി മാറി. ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടുന്നു, ഫിനാൻഷ്യൽ ബ്ലെസ്സിംഗ് ഉള്ളവര് ഇന്ന് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുന്നു. എന്തെല്ലാം കഥകളാണ് നമ്മൾ ഡെയിലി കേൾക്കുന്നത്, അല്ലെ? അപ്പൊ ഇത് കേട്ട് എനിക്ക് ഒരു പുതുമയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. അത്രയും സക്സസ് സ്റ്റോറീസ് ആണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ വാല്യൂ ഇല്ലാതെ കാണുന്ന വ്യക്തികളുടെ പിറകെ നമ്മൾ പോകാതിരിക്കാം. ഒരു ദിവസം നിങ്ങൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ലോകം നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമ്മൾ നമ്മുടെ വാല്യൂ ഉയർത്തിക്കൊണ്ടേയിരിക്കാം. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ലൈഫ് കംപ്ലീറ്റ്ലി മാറും. അപ്പൊ നിങ്ങൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഐ നോ മൈ വാല്യൂ എന്ന് കമന്റിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്താം. ഇതുപോലെ ഒരുപാട് മാനസിക പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് ടീച്ചർ ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ലവ് യു. ബൈ ബൈ.